ഹലോ, ഗുഡ് ഈവനിങ്, നമസ്കാരം. ഷ്യാമാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പാൽ കപ്പയാണ്. അതിനായിട്ട് ഒരു 1/4 കിലോ കപ്പ ഞാൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് അരിഞ്ഞിട്ട് ഞാൻ കുക്കറിൽ വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കണം. അതായത് 1 കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മുടെ കപ്പ നന്നായിട്ട് വെന്തുടഞ്ഞിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, നമ്മൾ ആദ്യം പറഞ്ഞ പാൽക്കപ്പയാണ്. അപ്പം അതിലേക്ക് നമ്മുടെ പാല് എടുത്തിട്ടുള്ള തേങ്ങാപ്പാൽ എടുത്തിട്ടുള്ള 2ാം പാലാണ് ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നത്. അത് നന്നായിട്ടൊന്ന് ഈ പാലിൻ്റെ കൂടെ ഒന്ന് ഉടച്ചു കൊടുക്കാം. കണ്ടില്ലേ, അസലായിട്ട് വെന്ത് ഉടഞ്ഞിട്ടുള്ളൊരു കപ്പയാണ്. ഇനി അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി ചതച്ചതും കറിവേപ്പിലയും കൂടിയിട്ടിട്ടാണ്. നമുക്ക് നന്നായിട്ട് ഒന്ന് ഉടച്ച് ഒരു 2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ പാൽക്കപ്പ റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് ചുവന്ന മുളകും ചെറിയ ഉള്ളിയും കൂടിയിട്ട് ഞാൻ താളിച്ചിടുകയാണ്. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ, ഈ പാൽക്കപ്പയുടെ കൂടെ തന്നെ നല്ലൊരു ചിക്കൻ പെരട്ടും കൂടി ഉണ്ടാക്കുന്നുണ്ട്. പാൽക്കപ്പ വിത്ത് ചിക്കൻ പെരട്ട്. ഓക്കെ, ഇനി അത് നമുക്ക് തയ്യാറാക്കാം. ഇന്ന് നമ്മൾ പാൽക്കപ്പയുടെ കൂടെ കഴിക്കാനായിട്ട് ഒരു ചിക്കൻ പെരട്ടാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഞാൻ ഒരു 3/4 കിലോ ചിക്കൻ വളരെ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ചേർത്ത് വെച്ചിരിക്കുകയാണ്. ഇനി അതിലേക്ക് ഒരുപാട് സാധനങ്ങൾ ചേർക്കാനുണ്ട്. ഇനി നമ്മൾ ഈ ചിക്കനിലേക്ക് എന്താ ചെയ്യാന്ന് വെച്ചാൽ, കുറച്ച് ഉപ്പ്, അതായത് ഉപ്പ് നേരത്തെ ഇട്ടിട്ടുണ്ട് കുറച്ച്. അപ്പം അതുകൊണ്ട് ഒരു 1/2 ടീസ്പൂൺ ഉപ്പിടുകയാണ്. ചെറിയ ഉള്ളി ഒരു 100 ഗ്രാം ചെറിയ ഉള്ളി, പിന്നെ അതേപോലെ മല്ലി, കറിവേപ്പില, പിന്നെ അതേപോലെ തേങ്ങാക്കൊത്ത്. ഇതിലേക്കുള്ള മസാല: മല്ലിപ്പൊടി 2 സ്പൂണ്, 1 സ്പൂണ് മുളക് പൊടി, ഏകദേശം ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇത് ഞാൻ എല്ലാം കൂടിയിട്ട് ഒന്ന് നന്നായിട്ട് ചൂടാക്കിയതാണ്. ഇനി അത് ഞാൻ ഇതിലേക്ക് ഇടുകയാണ്. നമുക്ക് ആദ്യം കുറച്ചൊന്നിട്ടിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ ഈ പെരട്ടിൻ്റെ ഏറ്റവും വലിയ ടേസ്റ്റ് എന്താ വെച്ചാൽ ഈ തേങ്ങാക്കൊത്തും ചെറിയ ഉള്ളിയുടെ ടേസ്റ്റാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, അധികം ആളുകളും വിചാരിക്കുന്നുണ്ടാവും എന്താ കൈ കൊണ്ട് ചെയ്യുന്നത്. അപ്പോൾ കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്താലേ ഇതിലേക്കൊക്കെ നന്നായിട്ട് മസാല പിടിക്കുള്ളൂ. ഞാൻ എല്ലായ്പ്പോഴും പറയാറുണ്ട്. നമ്മൾ അതേപോലെ സ്പൂൺ കൊണ്ടോ കയ്യിലോണ്ടോ ആക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്കൊന്നും മസാല പിടിക്കില്ല. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു 1/2 മണിക്കൂർ സമയം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ചിക്കൻ പെരട്ട് റെഡിയാക്കുന്നതിനായിട്ട് അടുപ്പത്ത് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. ആ പാനിലേക്ക് കുറച്ച് ഇഞ്ചി, അതേപോലെ കുറച്ച് വെളുത്തുള്ളി, ഒരു 3 പച്ചമുളക് ഇട്ട് കൊടുക്കുകയാണ്. നന്നായിട്ട് ഒന്ന് പച്ചമണം മാറുന്നത് വരെ ഇന്ന് നമുക്ക് ചെറുതായിട്ട് വഴറ്റിക്കൊണ്ടിരിക്കാം. എല്ലാ സാധനങ്ങളും, അതായത് ചെറിയ ഉള്ളി, തേങ്ങാക്കൊത്ത്, മല്ലിച്ചപ്പ്, പുതിന, കറിവേപ്പില എല്ലാം നമ്മൾ, മുളക് പൊടി, മല്ലിപ്പൊടി എല്ലാം നമ്മൾ ആ ചിക്കൻ പെരട്ടി വെച്ചതിൽ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതിലേക്ക് വേറെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊന്നും നമ്മൾ ഉപയോഗിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടിയിട്ട് കീറിയിട്ടിരിക്കുന്നത്. നോക്കൂ, ഈ പച്ചമുളക് അധികം എരിവൊന്നും ഇല്ലാത്ത പച്ചമുളകാണ് കേട്ടോ. ഇതിൻ്റെ വലിപ്പം കണ്ടാൽ കുറേ എരിവുണ്ടെന്ന് നിങ്ങൾ കരുതണ്ട. അധികം എരിവില്ലാത്ത ഒരു പച്ചമുളകാണ്. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു 3 സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. സവാളയും പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ നന്നായിട്ടൊന്ന് പച്ചമണം മാറിയിട്ട് കുറച്ച് ബ്രൗൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ആ ചിക്കൻ പുരട്ടി വെച്ചത് ഇടാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, ഇതിൽ നമ്മൾ ഒട്ടും തന്നെ വെള്ളം ഒഴിക്കുന്നില്ല. ഇത് ഈ ചിക്കനിൽ നിന്ന്
അതിലേക്ക് വരുന്ന വെള്ളം മാത്രമേ ഉള്ളൂ. ഇത് നന്നായിട്ട് എല്ലാം കൂടിയിട്ട് ഒന്ന് ചേർത്ത് കൊടുക്കുക. നന്നായി ചേർത്ത് ഇളക്കിയതിന് ശേഷം ഇത് നമുക്കൊരു 10-15 മിനിറ്റ് നേരം ഒന്ന് അടച്ചു വെക്കാം, എന്നിട്ട് വേവിക്കാം. അപ്പോൾ നിങ്ങൾ പ്രത്യേകിച്ച് നോക്കണം, ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ശ്രദ്ധിക്കണം. ഇതിന് നമ്മൾ വെള്ളം ഒട്ടും തന്നെ ഒഴിക്കുന്നില്ല. അപ്പോൾ വെള്ളം ഒഴിക്കാത്തതുകൊണ്ട് അടിയിൽ പിടിക്കുന്നുണ്ടോ എന്ന് നോക്കണം. പാത്രത്തിൻ്റെ അടി കരിഞ്ഞു പോവാതെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നമ്മൾ പാത്രം ഒന്ന് തുറന്ന് നോക്കണം. ഇനി ഇതെല്ലാം ഞാൻ ഒതുക്കി വെച്ചിട്ട് ഒരു അടപ്പ് വെച്ച് മൂടി വെക്കുകയാണ്. ഇതൊന്ന് നന്നായിട്ട് വെന്ത് വരണം. നമ്മുടെ ചിക്കൻ പെരട്ട് നന്നായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് നമ്മൾ ഇതിലേക്ക് ചെറിയ സ്പൂൺ, ഈ സ്പൂണിൻ്റെ വലിപ്പം നോക്കൂ. ഈ സ്പൂണിൽ ചെറിയ 2 സ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞ് കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും ഇട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ പെരട്ട് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണേ. അങ്ങനെ നമ്മുടെ ചിക്കൻ പെരട്ട് റെഡി ആയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. ചിക്കൻ പെരട്ട് വിത്ത് പാൽക്കപ്പ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ.